നമസ്കാരം. വൃശ്ചികമാസമാണ്, മണ്ഡലകാലം. ശബരിമല ശാസ്താവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ വിളിച്ച് ജീവിതത്തിനൊരു ഘട്ടം കടന്നു പോകുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് ചോദിച്ചു, സ്വാമി ഞാൻ മറ്റു മതത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് ശബരിമല ശാസ്താവിനെ കാണാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്കും ശാസ്താവിനെ കാണാനായിട്ട് പോകാം. മനുഷ്യനാണ് വിലക്കുന്നത്, മനുഷ്യൻ്റെ വിലക്കിൻ്റെ ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരു വിലക്കുണ്ടെങ്കിൽ തന്നെ നീ ശബരിമലയിൽ പോകണമെന്നില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സ്വാമിയെ ശരണായപ്പോൾ വിളിച്ച് ഒരു സങ്കല്പം മാത്രം മതി. അയ്യപ്പൻ ഏതാണോ ഭക്തൻ, ആ ഭക്തനെ കാണും. ശബരിമല ശാസ്താവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിപ്പം എന്നെ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ശരി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും നമുക്കറിയില്ല. കാരണം ഇതിന് അയ്യപ്പൻ്റെ പന്തളം കൊട്ടാരമുണ്ട്, അയ്യപ്പൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ എല്ലാത്തിനെ സംബന്ധിച്ചിടത്തോളമായിട്ടുമുണ്ട്. അപ്പം ഒരു മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ആ വിശ്വാസം വർഷങ്ങളായി, എന്നാൽ നൂറ്റാണ്ടുകളായിട്ട് അയ്യപ്പൻ്റെ കാലശേഷം ജനങ്ങളുടെ മനസ്സിൽ അത് ഭക്തിയായി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലത്ത് പോലും ജനങ്ങളുടെ മനസ്സിൽ ഉറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശക്തിയാണ് ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത്, അയ്യപ്പൻ എന്ന് പറയുന്നത്. അയ്യപ്പൻ പുലിപിടിച്ച കഥകളൊക്കെ നടന്നോട്ടെ, അതിനുള്ള വ്യാഖ്യാനങ്ങൾ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനൊരു സങ്കല്പശക്തി ഒരു ഹൈന്ദവതയിലുണ്ടെന്നും ആ ശക്തി ഏത് ജാതിമതഭേദമില്ലാതെ ആർക്കും ജപിക്കാൻ ശക്തിയുള്ളതാണെന്നും ആ ശക്തിയുടെ ബലമുള്ളതാണെന്നും നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട് നമുക്ക് മുമ്പിൽ. എനിക്കറിയാവുന്ന ഒരു വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു വീടിൻ്റെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് ഒരാൾ വിളക്ക് കത്തിച്ചു കൊണ്ടിരുന്നു. അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അത് ഒരു ചെറിയ പൂജാമുറി, ചെറിയ ക്ഷേത്ര പരിഗണനയിലേക്ക് വന്നു. അവർ ആ ക്ഷേത്രത്തിന് ആ സ്ഥലത്ത് ഒരു പൂജാമുറി പോലെ കിട്ടി ഒരു ക്ഷേത്ര സംവിധാനത്തോടുകൂടി പരിചരിച്ചു വന്നു. കുറേ കാലം കഴിഞ്ഞപ്പം ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാം, ഈ അയ്യപ്പൻ്റെ ഇത് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് ഇവർ അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ആ എടുത്തു മാറ്റിയ 3 പേരും വയറ് പൊട്ടി മരിച്ചു. ഇനിയിപ്പം നമുക്ക് അവിശ്വാസികൾ സ്വാമി അന്ധവിശ്വാസം വളർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കാം. പക്ഷേ ഇത് ഞാനുമായിട്ട് ബന്ധമുള്ളൊരു കുടുംബമാണ്. ആ കുടുംബം മുഴുവൻ നശിച്ചു പോയി. ഇന്നും ആ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളായി അയ്യപ്പൻ്റെ ആ ഫോട്ടോ ഇരുന്ന് വെറും ഫോട്ടോ മാത്രമാണ്. ജപമാലയിട്ട് വിളക്ക് കത്തിച്ചിരുന്ന ആ സ്ഥലം ഒരാൾക്ക് പ്രവേശിക്കാനോ ഒരു വീട് വയ്ക്കാനോ ഒന്നിനും പറ്റാതെ ആ വസ്തു മറ്റൊരാൾ വാങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥിതി അതിലും ദയനീയമായി. അപ്പോൾ ഇതൊരു സത്യമാണ്. ഈ ദൈവസങ്കല്പ ശക്തികൾ എന്ന് പറഞ്ഞാൽ ശക്തി വിശ്വാസമാണ്. എത്രയോ നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ശബരിമല ശാസ്താവിനെ വ്രതമെടുത്ത് 40 വ്രതമെടുത്ത് അവൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാടും മേടും കിടന്ന് കല്ലും മുള്ളും ചവിട്ടി ഭഗവാന്റെ അടുത്തേക്ക് എത്തി ഈ 18ാം പടി ചവിട്ടി എൻ്റെ അയ്യപ്പ എന്ന് വിളിച്ച് പൊട്ടിക്കരയണ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പേരെ നമുക്കത് പറഞ്ഞ് അറിയിക്കാനോ ഒരാളെ പറയാം. അതുകൊണ്ട് അയ്യപ്പനെ കുറിച്ച് പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനങ്ങളെ തിരുത്താനൊന്നും പറ്റില്ല. അതൊരു ശക്തിയാണ്. ഓരോ ക്ഷേത്രങ്ങളും ഓരോ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ നടക്കുന്നത്, അവിടെ ഉള്ള പരിഹാരക്രിയകളും കർമ്മങ്ങളും ഒക്കെ വ്യക്തികൾ ചെയ്യുന്നതാണ് കാലാകാലങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഒരു പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞാൽ, ഒരു പ്രതിഷ്ഠ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ശക്തിയുണ്ട്. അത് പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചന്ദ്രഹരി എന്ന് പറയുന്ന ഒരു വലിയ ജ്യോതിഷ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ജ്യോതിഷത്തിൽ ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. അപാരമാണ്. അപ്പം അദ്ദേഹം ഞാൻ ഈ ജ്യോതിഷ പാണ്ഡിത്യത്തിൽ താൽക്കാലിക പരിഹാരങ്ങൾ ഒക്കെ പറയുന്നതിനെയൊന്നും ഞാൻ എടുക്കില്ല. എൻ്റെ നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. പക്ഷേ ചന്ദ്രഹരി പറയുന്ന ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അതൊക്കെ നമ്മൾ അദ്ദേഹത്തെ നമിച്ചു പോവുകയാണ്. കാരണം ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കാലങ്ങൾക്ക് ശേഷം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്വാമി വീട് വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇവിടെ ശബരിമലയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛൻ ആ മുറി കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു എത്ര പ്രായമായി? അത് 100 വയസ്സോ അതിനോട് അടുപ്പിച്ചോ അത് കഴിഞ്ഞിട്ടുള്ള പ്രായമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മൃത്യു സമയമായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, ആയിട്ടില്ല, അറിയില്ല, അത് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുവല്ലയിൽ കടപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്.
യാദൃശ്യമായ അദ്ദേഹം വിളിച്ചു, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നതാണ്. ഞാൻ മുറിക്കകത്ത് കയറി നോക്കുമ്പോൾ അതീവ തേജസ്സുള്ള ഒരാൾ അവിടെ കിടക്കുന്നു. അതീവ തേജസ്സുള്ള ആൾ, വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള അയ്യപ്പൻ്റെ പ്രഭ കാണാം. അപ്പോൾ ഇത് മുറിക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ചന്ദ്രശേഖരനോട് ചോദിച്ചു, നമ്മുടെ അച്ഛന് ശബരിമലയായിട്ട് ബന്ധമുണ്ടോ? ആ ബന്ധമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇദ്ദേഹം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് മൃത്യു സംഭവിക്കാൻ സാക്ഷാൽ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ അതിനൊരു പരിഹാരം പറഞ്ഞു. കാരണം അതിനൊരു കാരണം കൊണ്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ശബരിമല ദേവസ്വത്തിൽ ജോലിയുണ്ട്, എത്രയോ വർഷങ്ങൾക്ക്, 100 വർഷത്തിന് മുമ്പാണെന്ന് ഓർക്കണം. അവിടെ ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഈ നടപ്പടിയിൽ കിട്ടുന്ന ഈ ദക്ഷിണ എടുത്ത് ഭണ്ഡാരത്തിലിടും. അത് അയ്യപ്പൻ അവകാശപ്പെട്ടതാണെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം 90 ദിവസത്തിനുള്ളിൽ ഈശ്വര വിഷ്ണുഭാഗത്തിൽ ലയിക്കുകയും ചെയ്തു. അപ്പോൾ അയ്യപ്പൻ്റെ ദർശനം കിട്ടിയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹം കണ്ണുകളടച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളെ ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 108 വയസ്സായ അദ്ദേഹം കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ അയ്യപ്പൻ എന്നുള്ളൊരു നാമജപം എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊന്നും അയ്യപ്പൻ്റെ ശക്തി, നമ്മൾ ഒരു പ്രപഞ്ചശക്തിയുടെയും ഒരു ദൈവികമായ ചൈതന്യത്തിൻ്റെ ശക്തിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അതതിൻ്റെ വഴിക്ക് പോട്ടെ. ഏത് ജാതിയും മതവും എന്തോ ആയിക്കോട്ടെ, ദൈവികമായ ശക്തികളെ ചോദ്യം ചെയ്ത് അതിൻ്റെ വഴിക്ക് വിടുക. അയ്യപ്പൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു വലിയ ശക്തിയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശരണം വിളി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തെ ഓർത്തു അയ്യപ്പനെ വെറുതെ വിടുക. അയ്യപ്പൻ ശബരിമലയിൽ എല്ലാ സർവ്വവിധ സന്നിധാനങ്ങളോടും കൂടി ആ ശക്തിയായിട്ട് അവിടെ തന്നെ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ജാതിമത ഭേദമന്യേ അയ്യപ്പൻ്റെ ആ തൃപ്പാദങ്ങളിൽ വണങ്ങിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. സ്വാമി ശരണമയ്യപ്പ.